നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. തീ പടർന്നത് പമ്പിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിയ എണ്ണ കലർന്ന മലിനജലത്തിൽ നിന്ന്. തീ നിയന്ത്രണ വിധേയമായത് ദീർഘനേരത്തെ പരിശ്രമത്തിൽ. ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിപ്പ ജാഗ്രതയിൽ പട്ടാമ്പിയിൽ നിരീക്ഷണത്തിലുള്ളത് നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ആശുപത്രിയിൽ വെച്ച് സമ്പർക്കമുണ്ടായ മറ്റൊരു കുട്ടി. ആശങ്ക വേണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്തു നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പോലീസ് പിൻവാങ്ങിയത് പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധത്തിനിടെ വൈദികൻ കുഴഞ്ഞു വീണു. ഷൊർണൂരിലെ റോഡ് തകർച്ചയ്ക്കെതിരെ SDPI. കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണം. ആവശ്യമുന്നയിച്ച ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMA-യുമായി രണ്ടുപേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാജിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവർ. പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഇരുവരെയും പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണശ്രമം. പാലക്കാട് കൊടുമ്പിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി CPM സ്ഥലം കയ്യേറി കൊടിനാട്ടിയെന്ന് ആരോപണം. സ്ഥലമുടമ പോലീസിലും വില്ലേജിലും പരാതി നൽകി. 25 വർഷം മുൻപ് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലമുടമ CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വിട്ടു നൽകിയ സ്ഥലമാണിതെന്നും ഇതു സംബന്ധിച്ച രേഖയുണ്ടെന്നും പാർട്ടി നേതാക്കൾ. ശക്തമായ മഴയ്ക്കൊപ്പം നാശം വിതച്ച മിന്നൽ ചുഴലികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിയിൽ പാലക്കാട് ജില്ലയിലുണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ഷൊർണൂർ കാരക്കാട് ചെറുകിട വ്യവസായ യൂണിറ്റ് കെട്ടിടം നിലം പൊത്തി. മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾക്ക് കേടുപാട്. പട്ടാമ്പി മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവർത്തികൾ വളരെ വേഗം പൂർത്തിയാക്കാൻ MLA വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം. ജൽജീവൻ മിഷൻ പ്രവർത്തികൾ പൂർത്തിയായ പ്രദേശങ്ങളിൽ ഉടൻ ജലവിതരണം ആരംഭിക്കും. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടെ ഒഴിപ്പിക്കും. വാർത്തകൾ വിശദമായി. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. പമ്പിൽ നിന്ന് പുറത്തേക്കൊഴുക്കിയ എണ്ണ കലർന്ന മലിനജലത്തിനാണ് തീപിടിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. മലിനജലത്തിൽ ഇന്ധനം കലർന്നിരുന്നതാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. പമ്പിന് പുറത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. തീ പടർന്നതോടെ പമ്പ് ജീവനക്കാർ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി. ടാങ്കുകളിൽ നിന്നുള്ള വാൽവുകളും ഓഫ് ചെയ്തു. ഇത് വലിയ അപകടം ഒഴിവാക്കി. ഉടൻ പോലീസും 3 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പോലീസും അഗ്നിശമന ഉദ്യോഗസ്ഥരും പമ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തം മൂലം ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവത്തെക്കുറിച്ച് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ഒഴുകിയെത്തിയ മലിനജലത്തിൽ നിന്ന് വീണ്ടും തീ പടർന്നതും പരിഭ്രാന്തിക്ക് ഇടയാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിപ്പ ജാഗ്രതയിൽ പട്ടാമ്പിയും. ആശങ്ക വേണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ആശുപത്രിയിൽ വെച്ച് കോണ്ടാക്ട് ഉണ്ടായ മറ്റൊരു കുട്ടിയാണ് പട്ടാമ്പിയിലുള്ളത്. എന്നാൽ ഇതുവരെ മറ്റു കോണ്ടാക്ട് ഈ കുട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും അതേസമയം ജാഗ്രത കൈവിടരുതെന്നും MLA പറഞ്ഞു. നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. പട്ടാമ്പി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ആശുപത്രിയിൽ, നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട്, ആ ആശുപത്രിയിൽ കിടന്ന ഒരു കോണ്ടാക്ട് ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള വലിയ കോണ്ടാക്ട് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളും ഈ നിപ്പ ബാധിച്ച പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുകളൊന്ന് ജാഗ്രത പാലിക്കണം. നിപ്പയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്ന തരത്തിൽ വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പോവുക. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്തു നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിൻവാങ്ങുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ ചെറുകുന്നം പള്ളിയിലെ വൈദികൻ കുഴഞ്ഞു വീണു. ഒന്നിച്ചൊന്നായി പറയുന്നു
യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള ചില പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. സംഘർഷങ്ങളില്ലാതെ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്തു നൽകാൻ പോലീസിന് കോടതി നിർദ്ദേശവും നൽകി. എന്നാൽ വടക്കഞ്ചേരിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലായിരുന്നില്ല. വിധിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്തു നൽകാനുള്ള പോലീസ് നീക്കമാണ് വീണ്ടും പരാജയപ്പെട്ടത്. തർക്കത്തെ തുടർന്ന് 25 വർഷമായി അടച്ചിട്ടിരുന്ന ചെറുകുന്നം പള്ളിയുടെ താക്കോൽ RDO സുപ്രീം കോടതി വിധിപ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയിരുന്നു. പള്ളി ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം വരുന്നതറിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ സംഘടിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചിട്ടും ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും യാക്കോബായ വിഭാഗക്കാർ പള്ളിക്ക് മുന്നിൽ നിന്ന് പിന്മാറിയില്ല. പ്രതിഷേധത്തിനിടെ യാക്കോബായ വിഭാഗത്തിലെ വൈദികൻ രാജു മാർക്കോസ് ഉൾപ്പെടെ നിരവധി പേർ കുഴഞ്ഞു വീണു. തങ്ങൾ പരമ്പരാഗതമായി കൈവശം വച്ചിരിക്കുന്ന പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. നിലവിലെ സാഹചര്യം കോടതിയെ അറിയിക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികളെന്നും സ്ഥലത്തെത്തിയ ആലത്തൂർ ഭൂരേഖ തഹസിൽദാർ R മുരളീമോഹൻ പറഞ്ഞു. നിലനിൽക്കുന്ന വിധി എന്ന് പറയുന്നത് പള്ളി അവർക്ക് സമാധാനപരമായി കൈമാറാൻ നിങ്ങൾ അവിടെ ഒരു കോടതി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സമ്മതിക്കണം. അപ്പൊ അതിന് നിങ്ങൾ സമാധാന ഭംഗം വരുത്തരുത്. മംഗലം ഡാം, എരിക്കുംചിറ പള്ളികൾ ഏറ്റെടുക്കുന്നതിനെതിരെയും പ്രതിഷേധമുണ്ടായി. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും പോലീസ് തങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുമെന്നും ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMA-യുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാജിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആന്റണി ക്രോംസൺ അരൂജയും സംഘവും ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായി കണ്ട 2 പേരെ ഡാൻസ് ഓഫ് പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി പിന്തുടരുകയായിരുന്നു. ഇതിനിടെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ MJ ജിജോയെ വിവരമറിയിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 1-ാം പ്രതി ഷാജിലിനെതിരെ പാവറട്ടി, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പ്രതികൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതും എവിടേക്കാണ് മയക്കുമരുന്ന് കൊണ്ടുപോയിരുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീടിനുള്ളിൽ മോഷണശ്രമം. പൂക്കാടത്ത് ഉസ്മാന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. കൊപ്പം പോലീസ് പരിശോധന നടത്തി. കരിങ്ങനാട് പൂക്കാടത്ത് സ്വദേശി ഉസ്മാന്റെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. വീട്ടുകാർ കോയമ്പത്തൂരിലാണ് താമസം. സമീപത്ത് താമസിക്കുന്ന സഹോദരൻ അലി പൈപ്പ് പൊട്ടിയത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് മോഷണശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുൻവാതിൽ തകർത്ത നിലയിലാണ്. റൂമുകളിൽ മേശവലിപ്പും മറ്റും തുറന്ന നിലയിലുമാണ്. കൂടാതെ തുണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ്. പ്രാഥമിക പരിശോധനയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള പ്രധാന റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് SDPI. ആവശ്യമുന്നയിച്ച് SDPI മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം PWD ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം SDPI മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ ആ ഓഫീസിന്റെ ഉള്ളിൽ ഇരുത്തി പൊറുപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഓഫീസിലേക്ക് നിങ്ങളെ ഞങ്ങൾ കടത്തുകയില്ല. ഈ സമരം ഞങ്ങൾ കുറച്ചുനാൾ കൂടി കാത്തിരിക്കും. അത് കഴിഞ്ഞ് അനുകൂല സാഹചര്യമുണ്ടായി ഈ റോഡിന്റെ പണി നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സമരത്തിന്റെ ശൈലി ഒന്ന് ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും. അന്ന് ഞങ്ങളുടെ പുറകിൽ ഞങ്ങളെ തടുത്ത പോലീസിനോ നിങ്ങൾക്കോ ഈ ഭരണകർത്താക്കൾക്കോ ഈ സമരത്തെ അടിച്ചമർത്താനാവില്ല. മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീർ കല്ലിങ്ങൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുസ്തഫ കുളപ്പള്ളി, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പട്ടാമ്പി മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിവിധ പദ്ധതികളുടെ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാനും തുടങ്ങിവച്ച പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കാനും തീരുമാനം. പ്രവൃത്തികൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹ്സിൻ MLA വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ പൂർത്തിയായ സ്ഥലങ്ങളിൽ ഉടൻ ജലവിതരണം നടത്താനും തീരുമാനമായി. പട്ടാമ്പി കുളപ്പുള്ളി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് MLA അഭ്യർത്ഥിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചും സാങ്കേതിക തടസ്സം മൂലം വിവിധ പദ്ധതികൾ പുനരാരംഭിക്കാൻ കഴിയാത്തതിന്റെ തടസ്സം നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. MLA ഫണ്ട്, ഫ്ലഡ് ഫണ്ട് എന്നിവ അടക്കമുള്ള 40ഓളം റോഡുകളാണ് തുടങ്ങിവെച്ചതും ചിലത് പൂർത്തീകരിക്കാനുമുള്ളത്. സാങ്കേതിക തടസ്സങ്ങളുള്ളവയുടെ തടസ്സം നീക്കി ഉടൻ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായതായി MLA പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന വിവിധ വർക്കുകളുടെ പല സ്റ്റേജിലാണ്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ വർക്കുകൾ ചിലത് പെൻഡിങ് ആയിരുന്നു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുകയും സാങ്കേതിക തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. MLA ഫണ്ടിൽ മാത്രം കൊടുത്ത റോഡുകളും അതുപോലെ ഫ്ലഡിൻ്റെ റോഡുകളുമായിട്ട് ഗ്രാമീണ റോഡുകൾ 40ഓളം റോഡുകളുണ്ട് വിവിധ സ്റ്റേജിൽ. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമെല്ലാം മാറ്റിക്കൊണ്ട് ആ റോഡുകൾ സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾ അവർ ചെയ്യുന്ന വിവിധ ഫണ്ടുകൾ വിവിധ പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തിരുവേഗപ്പുറ പഞ്ചായത്ത് അവർ സ്വന്തമായിട്ട് ഫണ്ട് കൊടുത്താൽ അവർ ചെയ്യാമെന്ന് പറയുകയും മറ്റ് പഞ്ചായത്തുകൾ വാട്ടർ അതോറിറ്റി തന്നെ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമാണ് നേരത്തെ വാട്ടർ അതോറിറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ പരിശോധിച്ചിട്ട് അതാത് പഞ്ചായത്തുകളിൽ വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾക്കുള്ള ഒരു വിഹിതം അതാത് പഞ്ചായത്തുകൾക്ക് നീക്കിവെച്ച വിഹിതം ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മാസത്തിൽ അടുത്ത മാസം കൂടി ആവുമ്പോഴേക്കും അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തിയായ ഇടങ്ങളിൽ ജലവിതരണം ഉടൻ ആരംഭിക്കാനും തീരുമാനം. പട്ടാമ്പി കുളപ്പുള്ളി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കൽപ്പക പള്ളി വരെയുള്ള മരങ്ങൾ മുറിച്ച് നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഓരോ ഘട്ടങ്ങളായാണ് പ്രവൃത്തികൾ. പള്ളി കഴിഞ്ഞ് ടൗൺ ഭാഗങ്ങളിൽ കയ്യേറ്റം ഉണ്ടെങ്കിൽ അവ ഒഴിപ്പിക്കും. ഇതിനായി വ്യാപാരികൾ, കെട്ടിട ഉടമകൾ, നാട്ടുകാർ എന്നിവർ സഹകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പട്ടാമ്പി റവന്യൂ ടവറിൻ്റെ സ്ഥലം മാറ്റം ഉടൻ കൈമാറും. നഗരസഭയുടെ സ്ഥലം റവന്യൂ വിഭാഗത്തിന് കൈമാറുന്ന കാര്യങ്ങളാണ് ഉടൻ നടക്കേണ്ടത്. മഞ്ഞളുങ്ങൽ മുതൽ ലൗലി കോർണർ വരെയുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ TS-ഉം AS-ഉം ലഭിച്ചു കഴിഞ്ഞായി MLA പറഞ്ഞു. പട്ടാമ്പി ഡയാലിസിസ് സെൻ്ററിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഉപകരണങ്ങൾ എത്താൻ വൈകുന്നതാണ് കെട്ടിടത്തിൻ്റെ പ്രവൃത്തി വൈകാൻ കാരണമായതെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഇതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളും ഉടൻ മാറ്റുമെന്നും MLA പറഞ്ഞു. കീഴായൂർ അംഗനവാടി കെട്ടിടത്തിൻ്റെ TS ലഭിച്ചു കഴിഞ്ഞായും MLA യോഗത്തിൽ പറഞ്ഞു. യോഗത്തിൽ MLAയ്ക്ക് പുറമെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. വിജയകുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 3ാം ഘട്ട പ്രചരണം ശക്തമാക്കി LDF. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഇത്തവണ ഒറ്റക്കെട്ടായാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജൂലൈ 30-നാണ് തെരഞ്ഞെടുപ്പ്. സീറ്റ് നിലനിർത്താനുള്ള പ്രചരണത്തിലാണ് പ്രധാനമായും LDF. വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് LDF മുൻതൂക്കം നൽകുന്നത്. VK ശ്രീജയാണ് 4ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി. LDF-ൽ CPI CPM അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം പരിഹരിച്ച് LDF ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. 3ാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി 20ഓളം വനിതാ സ്ക്വാഡുകളെ രംഗത്തിറക്കിയാണ് LDF പ്രചരണം. LDF-ന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രീജയാണ് ഞാൻ. ഇത് LDF-ന്റെ എല്ലാ വനിതാ സഖാക്കളും കൂട്ടായി നടത്തുന്ന ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഈ വാർഡ് കേന്ദ്രീകരിച്ച് ഇന്ന് മുഴുവനും നടക്കുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും LDF സ്ഥാനാർത്ഥി VK ശ്രീജ പറഞ്ഞു. CPM നേതാവ് NM കൃഷ്ണദാസ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. CPI-യുടെയും CPM-ന്റെയും നേതാക്കളും പ്രചരണത്തിൽ സജീവമാണ്. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡായ കൂടാത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPI-യുടെ ശ്രീജയാണ് അരിവാളും ധാന്യക്കതിരും മലയാളത്തിൽ മത്സരിക്കുന്നത്. CPI-യും CPM-ഉം വളരെ നല്ല നിലയിൽ ഇപ്പോൾ ഞങ്ങൾ 3 റൗണ്ട് കയറി. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി എന്തായാലും വിജയിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പാർട്ടി ഓഫീസ് നിർമ്മിക്കാനായി സിപിഎം നേതാക്കൾ സ്ഥലം കയ്യേറി കൊടിനാട്ടിയതായി ആരോപണം. പാലക്കാട് കൊടുമ്പ് മിഥുനം പള്ളം സ്വദേശി പരമേശ്വരനാണ് സിപിഎം നേതാക്കൾക്കെതിരെ ഇതു സംബന്ധിച്ച് പോലീസിലും വില്ലേജിലും പരാതി നൽകിയത്. പരമേശ്വരനും കുടുംബവും താമസിക്കുന്ന വീടിനോട് ചേർന്ന സ്ഥലത്താണ് സിപിഎം നേതാക്കൾ പാർട്ടി ഓഫീസ് നിർമ്മിക്കാനായി കൊടിനാട്ടിയത്. വർഷങ്ങളായി പരമേശ്വരനും കുടുംബവും പച്ചക്കറി കൃഷി നടത്തുകയും കാലി വളർത്തുകയും ചെയ്യുന്ന സ്ഥലം കയ്യേറിയെന്നാണ് പരാതി. എന്നാൽ 25 വർഷം മുമ്പ് പാർട്ടി ഓഫീസ് നിർമ്മിക്കാനായി ഉടമ സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വിട്ടു നൽകിയ സ്ഥലമാണിതെന്നും ഇതിന് രേഖയുണ്ടെന്നുമാണ് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ അവകാശവാദം. തന്റെ ആധാരത്തിലുള്ള 13 സെന്റ് സ്ഥലം അളന്ന് വേർതിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് പരമേശ്വരൻ വില്ലേജ് അധികൃതരെ സമീപിച്ചിരിക്കുന്നത്. സ്ഥലത്ത് കൊടിനാട്ടിയത് സംബന്ധിച്ച് പോലീസിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ കാറ്റിൽ ഷൊർണൂർ കാരക്കാട് ചെറുകിട വ്യവസായ യൂണിറ്റ് കെട്ടിടം തകർന്നു. പനഞ്ചിക്കുന്നത്ത് ശശികുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഗാർഹിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി കെട്ടിടമാണ് നിലം പൊത്തിയത്. യന്ത്രോപകരണങ്ങൾ ഉൾപ്പെടെ 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ക്ലബിന് സമീപം പ്രവർത്തിക്കുന്ന ശശി എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. കത്തിരി, വിവിധതരം കത്തികൾ, മടവാളുകൾ, അരിവാൾ, ചട്ടുകം തുടങ്ങി ചെറുകിട ഗാർഹിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ യൂണിറ്റാണിത്. 4 ഗ്രൈൻഡിംഗ് മോട്ടോറുകൾ, 3 ഡ്രില്ലിംഗ് മെഷീനുകൾ, 2 മോട്ടോർ ബ്ലോറുകൾ, 4 ഗ്രൈൻഡിംഗ് സ്പിൻഡലുകൾ, ചാണകൾ, 2 വെൽഡിംഗ് മെഷീൻ സെറ്റുകൾ, കട്ടിംഗ് മെഷീനുകൾ, പണിയായുധങ്ങൾ, നിർമ്മാണം പൂർത്തിയാക്കി വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ, അനുബന്ധ ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ഇലക്ട്രിക് വർക്ക് എന്നിവയുൾപ്പെടെ 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ വീടുകളിലേക്ക് പോയ സമയമായതിനാൽ ആളപായമുണ്ടായില്ല. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്ഥലം സന്ദർശിച്ചു. ഷൊർണൂർ പോലീസ് അധികൃതരും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗവും വില്ലേജ് അധികൃതർ, വ്യവസായ വകുപ്പ് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തി. നാശനഷ്ടങ്ങൾ വിലയിരുത്തി ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശക്തമായ മഴയിലും കാറ്റിലും പറളി കിണാവല്ലൂരിൽ മരം വീണ് വീട് തകർന്നു. പറളി കിണാവല്ലൂർ അനശ്വര നഗർ കാരക്കാട്ടുതൊടി കുഞ്ഞിക്കണ്ണന്റെ 40 വർഷം പഴക്കമുള്ള ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് വീടിന് മുകളിലേക്കായി മരം കടപുഴകി വീണത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ പേരൂരിൽ മരം വീണ് വീട് തകർന്നു. പേരൂർ മണ്ണാൻകുണ്ടിൽ ഓവിങ്ങൽ അബൂബക്കറിന്റെ വീടാണ് മരം വീണ് തകർന്നത്. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന അബൂബക്കറും മകൾ റാബിയയും മരുമകൻ റിയാസും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പാലക്കാട്ട് നിർമ്മാണം പൂർത്തിയാകാത്ത നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് ബലിതർപ്പണം നടത്തി കോൺഗ്രസ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കർക്കിടക മാസത്തിൽ വേറിട്ട സമരം നടത്തിയത്. വിരലിൽ ദർഭയണിഞ്ഞ് അരിയും എള്ളും കൂട്ടിക്കലർത്തി ചന്ദനവും തുളസിയും തൊട്ട് വെള്ളവും പൂവും നൽകിയായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബലിതർപ്പണ സമരം. ഇനി ഓരോരുത്തർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉരുണ്ടേനെ ഇരയുടെ നടുക്കിലേക്ക് വയ്ക്കാം. പണിതീരാതെ കിടക്കുന്ന നഗരസഭയുടെ വ്യാപാര സമുച്ചയങ്ങൾക്ക് മോക്ഷം ലഭിക്കാനാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കർക്കിടകത്തിൽ വേറിട്ട സമരവുമായി രംഗത്തെത്തിയത്. കോടികൾ ചെലവഴിച്ചിട്ടും നഗരസഭയുടെ 4 വ്യാപാര സമുച്ചയങ്ങൾ പണിതീരാതെ കിടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 7 വർഷം മുമ്പ് 22 കോടി നൽകിയിട്ടും സുൽത്താൻപേട്ടയിലെ വ്യാപാര സമുച്ചയം നിരുത്തരവാദിത്വത്തിൻ്റെ സ്മാരകമായി മാറി. ഇതേ അവസ്ഥയിലാണ് സ്റ്റേഡിയം സ്റ്റാൻഡിലെയും ഒലവക്കോട്ടെയും വ്യാപാര സമുച്ചയങ്ങൾ. ഓഡിറ്റിംഗിൽ കരാറുകാർ അധികമീടാക്കിയ കോടികൾ തിരിച്ചുപിടിക്കാൻ ഉത്തരവുണ്ടെങ്കിലും ഭരണസമിതി കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. നിരവധി വ്യാപാരികൾക്ക് ഉപകാരമാകുന്ന വ്യാപാര സമുച്ചയങ്ങൾ പണി തീരാതിരിക്കുന്നത് ഭരണകക്ഷിക്കിടയിലെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട തർക്കം മൂലമാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ആരോപിച്ചു. കൗൺസിലർമാരായ K ഭവദാസ്, A കൃഷ്ണൻ, മിനി ബാബു, സാജോ ജോൺ, ഷിജിത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ ബോബൻ മാട്ടുമന്ത, ആനന്ദ് ബാൽ, കിദർ മുഹമ്മദ്, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ബലിതർപ്പണ സമരത്തിന് ഹരിദാസ് മച്ചിങ്ങൽ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയെ തുടർന്ന് വീട് തകർന്ന് അന്തിയുറങ്ങാനൊരിടമില്ലാതെ ദുരിതമനുഭവിക്കുന്ന 2 അംഗ കുടുംബത്തിന് താൽക്കാലിക വാസസ്ഥലം ഒരുക്കി നൽകി മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി.
മണ്ണൂർ കൊട്ടക്കുന്ന് കൊട്ടിങ്ങൽ പള്ളിയാലിൽ സൈനബയ്ക്കാണ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിയുറങ്ങാൻ വാടക വീട് ഒരുക്കി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ വീട് മഴയിൽ പൂർണ്ണമായും നശിച്ചത്. സൈനബയുടെ ആവശ്യപ്രകാരമാണ് മുസ്ലിം ലീഗ് നേതാക്കളും ലീഗ് ജനപ്രതിനിധികളും തിങ്കളാഴ്ച വൈകിട്ട് വീട് സന്ദർശിച്ചത്. ലൈഫ് പട്ടികയിൽ 52ാമതാണ് സൈനബ ഇടം പിടിച്ചിരിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ട വിവരം കാണിച്ച് ജില്ലാ കളക്ടർക്ക് ഉടൻ പരാതി നൽകുമെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് STVയോട് പറഞ്ഞു. സാങ്കേതിക തടസ്സം മൂലം ലൈഫ് പദ്ധതിയിൽ നിന്ന് വീട് അനുവദിക്കുന്നതിൽ അനിശ്ചിതത്വം നേരിട്ടാൽ മുസ്ലിം ലീഗ് വീടിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഉറപ്പു നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, PU റജുല, ലീഗ് നേതാക്കളായ KP മുനീർ, അബ്ദുൽ ഹക്കീം, S ഷെഫീർ, PS സൈഫുദ്ദീൻ, K അഷ്റഫ്, NSM അലി, സ്രാമ്പിക്കൽ അബ്ദുറഹ്മാൻ, വനിതാ ലീഗ് നേതാക്കളായ S സബിത, VA റുബീന എന്നിവരടങ്ങുന്ന സംഘമാണ് വീട് സന്ദർശിച്ചത്. നിലവിൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകിയ വാടക വീടിന് 6 മാസത്തേക്കുള്ള വാടകയും അൻവർ സാദിഖ് നൽകിയാണ് മടങ്ങിയത്. ഒരു 4-5 മാസത്തെ വാടക മുൻകൂട്ടായി നമ്മൾ അവർക്ക് നൽകി. ഞങ്ങൾ കമ്മിറ്റിയുമായി ആലോചിച്ചത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് അടുത്തുള്ള ദിവസങ്ങളിൽ ഞങ്ങളത് തീരുമാനിക്കും. അതോടൊപ്പം തന്നെ ലൈഫിൽ അവരുടെ പേര് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ ഉദ്യോഗസ്ഥരുമായും ആലോചിച്ച് അവരെ ലൈഫിൽ കിട്ടാറുണ്ടെങ്കിൽ അതിനുള്ള നിയമസഹായവും നമ്മൾ ചെയ്തു കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബാലിക സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ നടത്തിയ 2 ദിവസത്തെ പരിശീലന പരിപാടിക്ക് സമാപനമായി. കേന്ദ്ര സർക്കാരും കിലയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ വിഷയാവതരണവും നടന്നു. ബാലിക സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളായി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിക്കാണ് സമാപനം. പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ജെൻഡർ സൗഹൃദ സുസ്ഥിര ഗ്രാമം, ബാലസൗഹൃദ സുസ്ഥിര ഗ്രാമം എന്നിവ പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നതിനായാണ് ബാലിക പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേന്ദ്ര സർക്കാരും കിലയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിലെ ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കായിരുന്നു 2 ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചത്. സമാപന ദിവസത്തിൽ മോക്കവതരണം, വിശദീകരണം, മഹിളാസഭ മോക്കവതരണം, ബാലസഭ മോക്കവതരണം എന്നിവ നടന്നു. ഈ സംബന്ധിച്ച് അവലോകനവുമുണ്ടായി. കുട്ടികളും നിയമങ്ങളും, കുട്ടികളുമായി ബന്ധപ്പെട്ട നിലവിലെ സംവിധാനങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിലവിലെ സംവിധാനങ്ങൾ, പഞ്ചായത്ത് വികസന സൂചിക എന്നിവയുമായി ബന്ധപ്പെട്ടും പരിശീലനത്തിൽ വിഷയാവതരണം നടന്നു. ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, CDS അംഗങ്ങൾ തുടങ്ങിയവരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ധാതുലവണവും വിരമരുന്നുമടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ വെറ്റിനറി സർജൻ ഡോക്ടർ ബോബിത സ്റ്റാൻലി സ്വാഗതം പറഞ്ഞു. 1000 രൂപ മതിപ്പുവില വരുന്ന കിറ്റുകൾ 53 ഗുണഭോക്താക്കൾക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ NT ശ്രീദേവി, സൗദ സലീം, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമസ്തയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫാളില ഫളീല 1ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ഫ്രഷേഴ്സ് ക്യാമ്പ് ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യതീംഖാനയിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ഡോക്ടർ MN അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിലെ വിദ്യാർത്ഥികളും എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള കോളേജുകളിൽ വിദ്യാർത്ഥിനികളുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. MSA ബനാത്ത് യത്തീംഖാന സെക്രട്ടറി അബ്ദുള്ള കോയത്തങ്ങൾ പരിപാടിയിൽ അധ്യക്ഷനായി. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, സഹദ് ഫൈസി അൽ ബുർഹാനി, നിസാം ഒളവട്ടൂർ, സാജിദ ടീച്ചർ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉമ്മർ ബാഗവി, TA ഏന്തിൻകുട്ടി, TM ഹംസ, P മമ്മിക്കുട്ടി, അലിയാർ ബാഗവി, ആദിൽ ഹുദവി, K റസാഖ്, TK മൊയ്തീൻകുട്ടി, P കമ്മുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ ചൈൽഡ്, അദ്ദേഹത്തിന്റെ ഒരു മസ്തിഷ്ക ശിശു എന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പ്രസ്ഥാനം MT ഉസ്താദ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT ഉസ്താദ്, അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ സംവിധാനം വേണം എന്നുള്ളത് അദ്ദേഹമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇൽമ് തേടി വരുന്നവരാരായാലും എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ തിരിച്ചയക്കാൻ പാടില്ല. സോൺ സെക്രട്ടറി PP ഹംസ സ്വാഗതവും ചെയർമാൻ അബ്ദുൽ ഖാദർ ഹുദവി നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. JCI കുളപ്പുള്ളിയും V5 ഹൈപ്പർ മാർക്കറ്റ് ചെറുതുരുത്തിയും സംയുക്തമായി ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് അംഗങ്ങൾക്ക് കുടകൾ നൽകി. V5 ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ അബൂബക്കർ ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തിക്ക് കുടകൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. JCI കുളപ്പുള്ളി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് അധ്യക്ഷനായി. പ്രസ് ക്ലബ്ബ് ട്രഷറർ മനോജ് തൈക്കാട്ടിൽ, JCI മെമ്പർമാരായ നജ്മ, ഇബ്രാഹിം, മറ്റ് മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് JCI കുളപ്പുള്ളി ഷൊർണൂരിലും ചെറുതുരുത്തിയിലുമൊക്കെ ഒട്ടനേകം പ്രവർത്തനങ്ങൾ മുഴുകി വരികയാണ്. ഇത് ശക്തമായ മഴക്കാലമാണ്. ആ മഴക്കാലം മുൻനിർത്തിക്കൊണ്ട് ചെറുതുരുത്തിയിലെ പോലീസുകാർക്കും അതുപോലെ പത്രപ്രവർത്തകർക്കുമൊക്കെ JCI കുളപ്പുള്ളി കുടകൾ കൈമാറുകയാണ്. ഇന്ന് പത്രപ്രവർത്തകർക്കുള്ള കുടകൾ നൽകുന്നത് V5 ഗ്രൂപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് ആവശ്യത്തിനും ഏത് കാര്യത്തിനും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് V5. വൈദേശിക കടന്നുകയറ്റത്തിനെതിരായ ചെറുത്തുനിൽപ്പിനൊപ്പം സ്വദേശ വർഗീയവൽക്കരണത്തെ ചെറുത്ത ധീരവനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാഖ്. പാലക്കാട്ട് AIDWA ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുബൈദ ഇസഹാഖ്. സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ദാഹമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബർമ്മയിൽ തടവിലാക്കപ്പെട്ട അവർ കൊടിയ പീഡനത്തിന് ഇരയായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ഥാപകരിൽ ഒരാളായ ക്യാപ്റ്റൻ ലക്ഷ്മി സാമൂഹിക അസമത്വത്തിനും വനിതാ വിമോചനത്തിനുമായി പോരാടി. ചരിത്രം വളച്ചൊടിക്കുകയും വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് ക്യാപ്റ്റൻ ലക്ഷ്മിയെപ്പോലുള്ളവരുടെ ധീരമായ ജീവിതങ്ങൾ പഠനവിധേയമാക്കണമെന്നും സുബൈദ ഇസഹാക്ക് പറഞ്ഞു. ജനിച്ചത് അവർ മദ്രാസിലാണെങ്കിലും അവരുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അവരുടെ നമ്മുടെ കേരളത്തിലെ സന്ദർശനവും അവരുടെ തറവാട്ടിലെ സന്ദർശനവും, അതായത് പാലക്കാട് ഉൾപ്പെടെ സന്ദർശനവും ഒക്കെ തന്നെ അതിൻ്റെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുകയും എഴുതുകയും നമ്മൾ അതിലൂടെയൊക്കെ തന്നെ അറിയുകയും ചെയ്തു. എത്രമാത്രം ഉയർന്ന രീതിയിലുള്ള ചിന്താശേഷിയും പ്രവർത്തന മികവും ഒക്കെ ഉണ്ടായിരുന്നൊരു സഖാവാണ് സഖാവ് ക്യാപ്റ്റൻ ലക്ഷ്മി. ജില്ലാ പ്രസിഡന്റ് K. ഓമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. ബിനുമോൾ, സരിത, ജില്ലാ ഭാരവാഹികളായ KP വസന്ത, ശ്രീജ, KK ഗൗരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊപ്പം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ഫർണിച്ചർ കൈമാറ്റവും നടന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മുഹമ്മദ് മുഹസിൻ MLA അനുമോദിച്ചു. ഹൈസ്കൂള് പരീക്ഷയും കൂടി കഴിഞ്ഞപ്പോൾ 100% വിജയത്തിലേക്ക് കടന്നു. ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും നമ്മൾ വിചാരിച്ച അത്ര വിജയം കിട്ടിയിട്ടില്ലെങ്കിലും വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഒരുപാട് പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സമഗ്ര നവീകരണത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ശാബ്ര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ അധ്യക്ഷനായി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി, PTA പ്രസിഡന്റ് PP. വിനോദ് കുമാർ, SMC ചെയർമാൻ TK. സാജിദ്, PTA വൈസ് പ്രസിഡന്റ് TK. അബ്ദുൽ ഷുക്കൂർ, കൊപ്പം ലയൺസ് ക്ലബ് പ്രസിഡന്റ് അസ്ലം, ഹരിദേവൻ, നിസാർ ആലം, അക്ബർ, NP. ഷാഹുൽ ഹമീദ്, T. ഷാജി, P. അബ്ദുൽ നാസർ, C. റോജ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KT. ജലജ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഉമ്മർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. BMS സ്ഥാപക ദിനം 70ാം വാർഷികം ഷൊർണൂരിൽ ആഘോഷിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിപാടി BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. സമാജസേവ തൊഴിലാളി ധർമ്മം എന്ന സന്ദേശവുമായാണ് BMS സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി ഷൊർണൂരിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ആഘോഷ പരിപാടികൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഇന്നത്തെ ഒരു പിറന്നാളിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് 70ാമത്തെ പിറന്നാൾ 70ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം 70ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഒട്ടനവധി കാര്യപരിപാടികൾ ഭാരതീയ മസ്ദൂർ സംഘം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അംഗസംഖ്യ വർധന ഉൾപ്പെടെയുള്ള ഈ വലിയ ആഘോഷ പരിപാടിയിൽ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും
സന്നിധരാവണമെന്നും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നുമാണ് ഈ ഒരു സ്ഥാപനദിന പരിപാടിയിൽ നമുക്ക് BMSന്റെ പ്രവർത്തകരോടായിട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി, സുധാകരൻ, സതീഷ്, സാജൻ, ജോബി, സന്തോഷ്, മനു എന്നിവർ പങ്കെടുത്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മധുരപലഹാര വിതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. BJP തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി പഞ്ചായത്തിൽ ഭാരത് അരി വിതരണം ചെയ്തു. തരൂർ മണ്ഡലം പ്രസിഡന്റ് കെ സദാനന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് പടിഞ്ഞാറക്കര അധ്യക്ഷനായി. തരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി TK മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി PS സുബീഷ്, MB സന്തോഷ്, K ഉദയൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനാഘോഷം നടന്നു. ചാന്ദ്രദിനാഘോഷ പരിപാടികൾ പാലക്കാട് ജില്ലാ സയൻസ് ക്ലബ്ബ് സെക്രട്ടറി ജോസ് ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല ജോയിന്റ് സെക്രട്ടറി A അജിത അധ്യക്ഷയായി. വായനശാല സെക്രട്ടറി അജേഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വായനശാല അംഗം ഷിജി മാത്തൂർ നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന ക്വിസിന് V ചിത്ര നേതൃത്വം നൽകി. സൗരയുധ നിർമ്മാണം, റോക്കറ്റ് വിക്ഷേപണം, റോക്കറ്റ് മോഡൽ പ്രദർശനം, ചാർട്ട് പ്രദർശനം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല മൗണ്ട് സീന ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ NS ജുമാന ഹസൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായും ഇഹ്സാൻ വിദ്യാർത്ഥി പ്രതിനിധിയായും ഇലക്ഷൻ നിയന്ത്രിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂൾ ഹെഡ് ബോയ്, സ്കൂൾ ഹെഡ് ഗേൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, ആർട്സ് ക്യാപ്റ്റൻ, സ്പോർട്സ് ക്യാപ്റ്റൻ, ടീൻ ഇന്ത്യ ക്യാപ്റ്റൻ എന്നിവയും UP വിഭാഗത്തിൽ UP പ്രതിനിധി, മലർവാടി ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ഉത്തരവാദിത്തം നിർവഹിച്ചു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പലും ചീഫ് ഇലക്ഷൻ ഓഫീസറുമായ NS ജുമാന ഹസീൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ചും +2 വിദ്യാർത്ഥിനിയായ ഫാത്തുമ നസ്രീൻ തെരഞ്ഞെടുപ്പ് അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ KK സരിതയോടൊപ്പം വിദ്യാർത്ഥി പ്രതിനിധി ഡാനിയ അസിസ്റ്റന്റ് ഇലക്ഷൻ കമ്മീഷണറായി. 2 ബൂത്തുകളിലായി നടന്ന ഇലക്ഷൻ പ്രക്രിയയിൽ വിവിധ ബൂത്തുകളുടെ മേൽനോട്ടം വഹിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ്. യഥാർത്ഥ പാർലമെന്റ് എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ മെയിൻ അജണ്ട ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ നമ്മൾ ആ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സെറമണി ഉണ്ടാവുകയും കുട്ടികളിലേക്ക് ആ അധികാരം കൈമാറുകയും ഉടനെ തന്നെ ഒരു പാർലമെന്റ്, സ്കൂൾ പാർലമെന്റ് കൂടി അതെങ്ങനെയാണ് സംവിധാനം ഉണ്ടാവുക എന്ന് കുട്ടികളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു തീരുമാനമാണ് ഈ വർഷത്തെ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം. തീ പടർന്നത് പമ്പിൽ നിന്ന് പുറത്തേക്കൊഴുക്കിയ എണ്ണ കലർന്ന മലിനജലത്തിൽ നിന്ന്. തീ നിയന്ത്രണ വിധേയമായത് ദീർഘനേരത്തെ പരിശ്രമത്തിൽ. ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിപ്പ ജാഗ്രതയിൽ പട്ടാമ്പിയും. പട്ടാമ്പിയിൽ നിരീക്ഷണത്തിലുള്ളത് നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ആശുപത്രിയിൽ വെച്ച് സമ്പർക്കമുണ്ടായ മറ്റൊരു കുട്ടി. ആശങ്ക വേണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA. കോടതി വിധിയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്തു നൽകാനുള്ള പോലീസ് ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. പോലീസ് പിൻവാങ്ങിയത് പള്ളിക്ക് മുന്നിൽ യാക്കോബായ വിഭാഗം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധത്തിനിടെ വൈദികൻ കുഴഞ്ഞു വീണു. ഷൊർണൂരിലെ റോഡ് തകർച്ചയ്ക്കെതിരെ SDPI. കൊച്ചി പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണം. ആവശ്യമുന്നയിച്ച ഷൊർണൂർ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 45 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി ഷാദിൽ, പാലുവായ് സ്വദേശി ഷഹീർ എന്നിവർ. പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് ഇരുവരെയും പിടികൂടിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച്. കൊപ്പം കരിങ്ങനാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണശ്രമം. പാലക്കാട് കൊടുമ്പിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി CPM സ്ഥലം കയ്യേറി കൊടിനാട്ടിയെന്ന് ആരോപണം. സ്ഥലമുടമ പോലീസിലും വില്ലേജിലും പരാതി നൽകി. 25 വർഷം മുൻപ് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലമുടമ CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വിട്ടു നൽകിയ സ്ഥലമാണിതെന്നും ഇതു സംബന്ധിച്ച രേഖയുണ്ടെന്നും പാർട്ടി നേതാക്കൾ. ശക്തമായ മഴയ്ക്കൊപ്പം നാശം വിതച്ച മിന്നൽ ചുഴലികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിയിൽ പാലക്കാട് ജില്ലയിലുണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ഷൊർണൂർ കാരക്കാട് ചെറുകിട വ്യവസായ യൂണിറ്റ് കെട്ടിടം നിലംപൊത്തി. മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾക്ക് കേടുപാട്. പട്ടാമ്പി മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പ്രവൃത്തികൾ വളരെ വേഗം പൂർത്തിയാക്കാൻ MLA വിളിച്ചു ചേർത്ത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനം. ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ പൂർത്തിയായ പ്രദേശങ്ങളിൽ ഉടൻ ജലവിതരണം ആരംഭിക്കും.
പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടെ ഒഴിപ്പിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.